ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2024 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പോഡ്കാസ്റ്റാണ് ഇത്. ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വ്യക്തിപരമായി വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ വിഷയം എന്ന് പറയുന്നത് വൈകാരികമായ വലിയ ആഹ്ലാദം തരുന്ന ഒരു വിഷയമാണ്. മലയാള മണ്ണ് പ്രസവിച്ച ഏറ്റവും വലിയ ധീരപുത്രന്മാരിൽ ഒരാളെ അനുസ്മരിക്കുവാനാണ് ഈ ലക്കം ദില്ലി ദാലി 2024 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഈ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, 2024 സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം ഒരു 2 മാസം കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശതാബ്ദി തുടങ്ങുകൂടിയാണ് എന്നുള്ളതാണ്. 2024 ഒക്ടോബർ 12 13 ആണ് അൽ അമീൻ ദിനപത്രത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുസ്മരണങ്ങളോ തുടങ്ങേണ്ടത്. 1924 അൽ അമീൻ പത്രം അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പത്രാധിപത്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമായ അൽ അമീൻ ദിനപത്രം കോഴിക്കോട്ട് നിന്നും തുടങ്ങുന്നത്. ഇതിൽ കൂടുതൽ ഒരു മുഖവുര ഇന്നത്തെ പോഡ്കാസ്റ്റിന് തരാൻ എനിക്കില്ല. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തുന്നത് അൽ അമീൻ ദിനപത്രത്തെക്കുറിച്ചും മഹാനായ ധീരപുത്രൻ അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചും നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പൊതുപ്രവർത്തകനും ഇന്ത്യൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ധനീഷാണ്. സ്വാഗതം ദില്ലി ദാലിയിലേക്ക് ധനീഷ്. താങ്ക് യു ഗോപാൽജി. എത്ര ചരിത്ര പ്രാധാന്യമുള്ളൊരു വർഷമാണ് 2024 അൽ അമീനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവും അതിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഇവന്റുകളും ഒക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അൽ അമീൻ എന്നത് മലബാറിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന, അതിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തന പദ്ധതിയൊക്കെ അതിൻ്റെ പിന്നണിയിലുള്ളവർ ആലോചിച്ചിരുന്നെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശക്തമായ കിരാതമായ നിയമങ്ങൾക്ക് മുമ്പിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലബാറിലെ ഒരു അധ്യായമായിട്ട് നമ്മൾ കാണണം. അൽ അമീന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അന്നത്തെ അതിന്റെ പത്രാധിപരായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിന്റെ വീരപുത്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കൂടിയാണ്. അൽ അമീനെയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെയും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വേർതിരിക്കാനാവാത്ത രണ്ട് ഐഡന്റിറ്റിയാണത്. പത്രവും പത്രാധിപരും തന്നെ ഒന്നായി പോകുന്ന ഒരു പ്രതിഭാസം നമുക്ക് അവിടെ പലപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ ഒരു വരി അൽ അമീനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ അൽ അമീൻ ഇവിടെ മാതൃഭൂമി നിലനിൽക്കുമ്പോഴാണ് അൽ അമീൻ വന്നത്. സത്യത്തിൽ 1921 സമയത്താണ് അബ്ദുറഹിമാൻ സാഹിബ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ അൽ അമീനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുകൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാര്യം അതെ, അദ്ദേഹം ഒരു വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ വളരെ സ്റ്റുഡിയസ് ആയ, പഠനകാര്യങ്ങളിൽ മാത്രം താല്പര്യമുണ്ടായിരുന്ന, ചെറുപ്പം മുതലേ തികഞ്ഞ മതഭക്തിയോടെ ദൈവവിശ്വാസത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള, അങ്ങനെ ജീവിത അനുഷ്ഠാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര താല്പര്യങ്ങളോ ഒരു അത്തരത്തിലുള്ള മൂവ്മെന്റുകളിലോ മുന്നേറ്റങ്ങളിലോ വിദ്യാർത്ഥി കൂട്ടായ്മകളിലോ ഒന്നും തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സജീവമായ കാര്യങ്ങളെയൊന്നും അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം പഠിച്ച സ്ഥലങ്ങളിൽ സ്റ്റുഡന്റ് മൂവ്മെന്റുകളുമായി അവിടുത്തെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വ ശേഷി നമ്മൾ ആദ്യകാലത്ത് തന്നെ കാണുന്നുണ്ട്. വാണിയമ്പാടിയിൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്.
അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് ബേസിൽ മിഷൻ കോളേജിലാണ് പഠിക്കുന്നത്. ശേഷം അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിൽ വെച്ചാണ് സത്യത്തിൽ ഇദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആയിക്കൊണ്ട് ദേശീയ സമരത്തിന്റെ എല്ലാ സ്വാധീനവും ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 1920 കാലഘട്ടത്തിൽ 1920 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ഹോസ്റ്റലിലെ തൻ്റെ സഹമുറിയനായിരുന്ന സുഹൃത്ത് കൊടുത്തൊരു പുസ്തകം വായിക്കാൻ ഇടയാകുകയാണ്. അത് മൗലാന അബുൽ കലാം ആസാദ് എഴുതിയ ഖിലാഫത്ത് ഓർ ജസീറത്തുൽ അറബ് എന്ന പുസ്തകമാണ്. സ്വാതന്ത്ര്യ സമരാവേശം വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും ഒക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ആ പുസ്തകം വായിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പഠനം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം ICS മോഹവുമായാണ് അവിടെ എത്തിയത്. ആ സമയത്ത് BA ഓണേഴ്സിന്റെ വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും അതിന് ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന അത്രയും സ്റ്റുഡിയസ് ആയ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ തന്നെ നമുക്ക് പഴയ രേഖകളിൽ കാണാൻ കഴിയുന്നത് ബ്രിട്ടീഷ് പോലീസിന്റെ CID ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ രഹസ്യ രേഖകളിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. ഒരു മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നും ഈ പ്രസിഡൻസി കോളേജിൽ നിന്നും, അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണല്ലോ നമ്മൾ, ഒരു വിദ്യാർത്ഥി, വൺ മിസ്റ്റർ അബ്ദുറഹ്മാൻ ആൻഡ് വൺ മിസ്റ്റർ മൊഹിയുദ്ദീൻ ഫ്രം ആസാം, ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠനം വിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഒരു CID റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ മുതലാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അദ്ദേഹം പിന്നീട് അല്ലമീന്റെ കുറിച്ച് ഗോപാലി ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നാൽ, പിന്നീട് അദ്ദേഹം സജീവമായി കാര്യങ്ങളിലേക്ക് വരുന്നു. 1921 മലബാറിലെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്ക് വരുന്നു. എന്നാൽ ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന് പത്രം തുടങ്ങാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ പോലുള്ള, അല്ലെങ്കിൽ ഹരിജൻ പോലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ തന്നെ ഗുരുക്കന്മാരായിട്ടുള്ള മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കോംറേഡ് പോലുള്ള, മൗലാന അബുൽ കലാം ആസാദിന്റെ അൽ ബലാഗും അൽ ഹിലാലും പോലുള്ള പത്രങ്ങളായിരുന്നു. മലബാറിൽ അത്തരം ഒരു ഇടപെടലിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് 1921 കാലത്ത് തന്നെ അദ്ദേഹം അത് ചിന്തിക്കുന്നുണ്ട്. ഇൻഫാക്ട് അത് മാതൃഭൂമിക്ക് മുമ്പാണ് ആ ചിന്തകൾ വരുന്നത്. പക്ഷേ 1921 പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ അറസ്റ്റിലാവുകയും 2 വർഷത്തേക്ക് ജയിലിൽ പോവുകയുമാണ് ഉണ്ടായത്. ശേഷം അദ്ദേഹം 1923 പുറത്തു വന്ന ശേഷം മാത്രമേ അദ്ദേഹത്തിന് 23 അവസാനത്തോടു കൂടിയാണ് അല്ലമീൻ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നത്. ശേഷം 24 ഒക്ടോബറിലാണ് അത് പത്രമായി വന്നു തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ഈ നമുക്ക് T ഹസൻ കോയെ പോലെയുള്ളവരെ കൂടി ഒന്ന് ഓർക്കണം, മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നവരും. തീർച്ചയായിട്ടും അതിന്റെ പിന്നണിയിൽ എന്ന് പറയുന്നത്, ഒന്നാമത് അബ്ദുറഹ്മാൻ സാഹിബ് ഈ കോളേജ് വിട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹം നാഗ്പൂർ കോൺഗ്രസ് സെഷനിൽ പങ്കെടുക്കുകയാണ്. മൗലാന മുഹമ്മദ് അലിയൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കാലഘട്ടമാണ്. ശേഷം അദ്ദേഹം ഈ പഠനം വിട്ട് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള നേതാക്കന്മാരുടെ ശ്രമത്തോട് കൂടെ നിന്നുകൊണ്ട് അന്ന് അലിഗഡിൽ മൗലാന മുഹമ്മദ് അലിയും ഉൾപ്പെടെയുള്ളവർ സ്ഥാപിച്ച ജാമിയ മില്ലിയ, നമ്മൾ ഡൽഹിയിൽ കാണുന്ന ജാമിയ മില്ലിയയുടെ ആദ്യ പതിപ്പ് എന്ന് പറയുന്ന അലിഗഡിൽ തന്നെയാണ്. അതെ. അവിടെ അദ്ദേഹം ജോലി ആവശ്യാർത്ഥമോ ബ്രിട്ടീഷ് ഉദ്യോഗം ലഭിക്കണമെന്ന ആവശ്യാർത്ഥമൊന്നുമല്ല, അത്തരം താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാമെന്ന താല്പര്യത്തിൽ അദ്ദേഹം അവിടെ ഹിസ്റ്ററി വിദ്യാർത്ഥിയാവുകയാണ്. അവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രഗത്ഭരായ നേതാക്കന്മാർ പലരും അദ്ദേഹത്തിന്റെ അധ്യാപകരാണ്. മൗലാന അബുൽ കലാം ആസാദ് അവിടുത്തെ അധ്യാപകനാണ്. ഹക്കീം അജ്മൽ ഖാൻ, MA അൻസാരി, അതുപോലെ നമ്മുടെ മുൻ രാഷ്ട്രപതിമാരിൽ പലരും, അങ്ങനെയുള്ളവരൊക്കെ അവിടെ അധ്യാപകരായി വരുന്നു. മൗലാന മുഹമ്മദ് അലി അവിടുത്തെ വൈസ് ചാൻസലർ തന്നെയാണ്, ഷെയ്ഖുൽ ജാമിയ എന്ന് പറയുന്ന അർത്ഥത്തിൽ. അവിടെ നിന്നാണ് അദ്ദേഹം ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വരുന്നത്. 1921 ഏപ്രിലാണ് കേരള സംസ്ഥാന ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ എൻട്രി വരുന്നത്. അതിനുശേഷം തന്നെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ, മലബാർ ജില്ലാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിതനാവുകയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എൻട്രിയുടെ ആദ്യ പദവി എന്ന് പറയുന്നത് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയാണ്. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. ഗോപാൽജി പറഞ്ഞ ഹസൻ ഗോയമുള്ള അതിന്റെ ട്രഷററാണ്. നമ്മുടെ കട്ടലശ്ശേരി മുഹമ്മദ് മൗലവി മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം അതിന്റെ പ്രസിഡന്റാണ്. സത്യത്തിൽ അന്ന് അദ്ദേഹം അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രായം 23 വയസ്സ് മാത്രമാണ്.
അതെ. ചെയ്യാൻ ആ കാലഘട്ടത്തിൽ അത്ര പ്രധാനപ്പെട്ട ഒരു ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അറസ്റ്റിലായി പോയി. മറ്റൊന്ന്, മൗലാന മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശത്തിൽ മലബാറിലേക്ക് ഇത്തരം ഒരു ചെറുപ്പക്കാരൻ വന്നു ചേരുന്നു എന്ന കാര്യം കൂടിയാണ്. അങ്ങനെ അദ്ദേഹം ഡയറക്ടർ ബോർഡ് രൂപീകരിക്കുന്നു, ചർച്ചകൾ ആരംഭിക്കുന്നു, ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. പിന്നീടാണ് അദ്ദേഹം പെട്ടെന്ന് അക്കാലത്തെ ഈ അൽ അമീൻ എന്ന് പറയുന്ന ദിനപത്രം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം, മലബാർ പ്രദേശം ആകെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കത്തി നിൽക്കുന്ന 1920-കളുടെ ആദ്യകാലം. ആ കാലത്ത് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലം. അക്കാലത്ത് മാതൃഭൂമി എന്ന ദിനപത്രം മാറ്റിവെച്ചാൽ മലബാർ പ്രദേശത്തുള്ള ദിനപത്രങ്ങൾ എന്ന് പറയാവുന്ന മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും മാതൃഭൂമി ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഒരു പ്രോ ഗവൺമെന്റ് അപ്രോച്ച് എടുത്തിരുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധമായോ ഗവൺമെന്റ് വിരുദ്ധമായോ വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളോ എഴുതാൻ ധൈര്യപ്പെടാത്ത ആളുകളായിരുന്നു. അതെ. അത്തരം സ്ഥാപനങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പേപ്പറിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ലമീനിന്റെ സാധ്യതയെ നോക്കിക്കാണുന്നത്. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സമര പോരാട്ടം തന്നെയായിരുന്നു. അതെ. അദ്ദേഹം തികഞ്ഞ വിശ്വാസിയായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം. അല്ലമീന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ പത്രം സാധാരണ വായിക്കുമ്പോൾ പത്രത്തിന്റെ ഒരു മുദ്രാവചനമായി നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടോ കാണാറുണ്ട്. മാതൃഭൂമിക്കുണ്ട്, അല്ലെങ്കിൽ മനോരമയ്ക്കുണ്ട്. എല്ലാം മിക്കവാറും അകത്തെ പേജുകളിൽ എഡിറ്റോറിയലിന്റെ മുകളിലായിട്ടായിരിക്കും മിക്കവാറും കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ അല്ലമീൻ അത്തരത്തിൽ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു മുദ്രാവചനം കൊടുത്തിരുന്നത് അൽ അമീൻ എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെയായിരുന്നു, ഒന്നാമത്തെ പേജിലായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഖുർആൻ വചനമായിരുന്നു. ഖുർആനിലെ 135-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം: അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്കു തന്നെയോ ദോഷകരമായിരുന്നാൽ കൂടിയും നീതി പാലിച്ചു നിങ്ങൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ. അങ്ങനെ സത്യത്തിന് സാക്ഷ്യം വായിക്കുന്നതാവുക എന്ന പ്രഖ്യാപനത്തോടെയാണ് എല്ലാ ദിവസവും അൽ അമീൻ പുറത്തിറങ്ങിയിരുന്നത് എന്നതാണ് സത്യം. അത് മാത്രമല്ല, അല്ലമീന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങുന്നത് നബിദിനത്തിന്റെ അന്നാണെന്നാണ് എൻ്റെ ധാരണ. എക്സാക്ട്ലി ഒരു റബിയുൽ അവൽ 12, അറബി മാസത്തിലെ റബിയുൽ അവൽ 12-നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്മരണകളെ കൂടി ഉണർത്തിക്കൊണ്ടാണ് അദ്ദേഹം നബിദിനത്തിന് ആണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അൽ അമീൻ എന്ന വാചകം എന്ന വിളിപ്പേര് മക്കക്കാർ പ്രവാചകനെ വിളിച്ചിരുന്ന പേരാണ്. വിശ്വസ്തൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. പത്രം തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് എവിടുന്ന് നേടി? എനിക്കറിയാം അദ്ദേഹം സ്വന്തം സ്വത്തൊക്കെ വിറ്റു എന്നൊക്കെ, പക്ഷേ അല്ലാതെ എവിടുന്നെങ്കിലും സാമ്പത്തിക സഹായം അല്ലമീനിന് കിട്ടിയിരുന്നോ? അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, അദ്ദേഹം ഒന്നാമത് ഉത്തരേന്ത്യയിലൊക്കെ പഠിച്ചതുകൊണ്ടും ദേശീയ നേതാക്കളുമായിട്ടൊക്കെ ആ കാലം മുതൽ തന്നെ ബന്ധമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരു ദേശീയത അല്ലെങ്കിൽ ദേശീയ സമരത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ അതിനെ ഇൻസ്പയർ ചെയ്യാനോ അന്ന് ഇവിടെയുള്ള പല പ്രമുഖന്മാർ തന്നെയായിരുന്നു മാതൃഭൂമിയും രൂപീകരിച്ചിരുന്നത്. 1921-ന് ശേഷം മലബാറിൽ സാമ്പത്തികമായി ഉൾപ്പെടെ തന്നെ എല്ലാവരും വലിയ കഷ്ടതകളിലൂടെ കടന്നുപോയ കാലമാണ്. അപ്പൊ മാതൃഭൂമി നിലനിൽക്കെ അദ്ദേഹത്തിന് വീണ്ടും ആളുകളിലേക്ക് പോകുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരുപാട് പുറത്തുപോയി, മദ്രാസിലെയും ബർമയിലും സിലോണിലും ഒക്കെ പോയിരുന്നു. അവിടെയൊക്കെ പോയി അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്നു. അതുപോലെ പലതരത്തിലും അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് കാണിക്കുന്നുണ്ട്. അല്ലമീന്റെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ കേരളമാകെ വ്യാപിച്ചു കിടക്കുന്ന ആളുകൾ, തലശ്ശേരി മുതൽ താഴോട്ട് അങ്ങോട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവുമായി ബന്ധപ്പെട്ട ആളുകൾ വരെ അതിനകത്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പം എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എന്നാൽ അല്ലമീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത്, അല്ലമീൻ എന്താ പറയാ, എല്ലാവരാലും സ്വാഗതം ചെയ്യപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായും അതിനകത്ത് അദ്ദേഹം ഒരു പുരോഗമനാശയക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പുരോഗമന ചിന്ത ജനങ്ങളിലേക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. വിശിഷ്യ മുസ്ലിം സമുദായത്തെ ദേശീയ പ്രസ്ഥാനത്തിലേക്കും ദേശീയധാരയിലേക്കും കണ്ണി ചേർക്കണമെന്നും അതിന്റെ ഭാഗമാക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് അല്ലമീൻ നിർവഹിച്ചു പോന്നിരുന്നത്. ഒരു വർക്കിംഗ് ക്ലാസിന്റെ പത്രമായി അത് പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിൽ തന്നെ
ധനാഢ്യരായ അന്നത്തെ നികുതി കൊടുക്കുന്ന ധനാഢ്യരായ ആളുകൾക്കൊക്കെ അല്ലമീനോട് ചില മുൻവിധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ അല്ലമീൻ ഓഫീസ് ആദ്യം സന്ദർശിക്കുന്നവരിൽ ഒരാൾ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും അർത്ഥതലം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഇന്നത്തെ തീർച്ചയായും ഒരു ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ 1920കളുടെ ആദ്യം വള്ളത്തോൾ നാരായണ മേനോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തുന്ന പത്ര ഓഫീസ് സന്ദർശിക്കാൻ ചെല്ലുക എന്നുള്ളത് അതൊക്കെ ആ പത്രത്തിന് നൽകുന്ന ആത്മവിശ്വാസവും അബ്ദുറഹ്മാൻ സാഹിബിനോട് വള്ളത്തോൾ നാരായണ മേനോൻ ഐക്യദാർഢ്യപ്പെടുന്നതിൻ്റെ ദേശീയ പ്രാധാന്യവും ഒക്കെ ഓർക്കേണ്ട ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ത്യ ഇന്നെന്നുള്ളതാണ്. തീർച്ചയായും ഈ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് കവികളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതെ. കവികൾ എന്ന് പറയുമ്പോൾ തുടങ്ങേണ്ടത് വള്ളത്തോളിൽ നിന്നാണ്. മഹാകവി വള്ളത്തോൾ തുടങ്ങി പുതിയ കാലത്ത് പ്രഭാവർമ്മ വരെ അദ്ദേഹത്തെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ കവിതകളിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ മലയാളത്തിൽ അവൈലബിൾ ആണ്. അതെ. ഞാൻ ഓർക്കുന്നത് മഹാകവി വള്ളത്തോളിന്റെ കവിതാ ശകലത്തോടെയുള്ള ആശംസാ കവിതയോടെയാണ് ഒന്നാമത്തെ അല്ലമീന്റെ ആദ്യ പ്രതി പുറത്തിറങ്ങുന്നത് തന്നെ. അപ്പോ അത് തന്നെ അതിന്റെ സ്വീകാര്യതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബന്ധങ്ങൾ ഏത് തരത്തിലായിരുന്നു എന്നത്. ഈ നബിദിനത്തെ കുറിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തും സമകാലികനുമായിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവനെ കൊണ്ടുവന്നാണ് അദ്ദേഹം നബിദിന പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് അത്തരമൊരു പരിപാടി. അത്തരത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് പേരുമായുള്ള ബന്ധം ഈ പത്രത്തിന് വേണ്ടിയും തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തി നമുക്ക് കാണാം. ഈ പത്രത്തിൽ തന്നെ വിദ്വാൻ ടി.കെ. രാമൻ മേനോൻ എന്ന് പറഞ്ഞൊരു മലയാള ഭാഷ പണ്ഡിതനുണ്ടായിരുന്നു. സത്യത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിനെ വായിച്ചാൽ നമുക്ക് അറിയാം അദ്ദേഹം ഉറുദുവും ഇംഗ്ലീഷും ഫ്ലുവന്റ് ആയി കൈകാര്യം ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് മലയാളം കഴിയുമായിരുന്നില്ല. അതുകൊണ്ടൊരു മലയാളത്തിൽ അത്തരം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഗൈഡൻസ് കിട്ടാനും വേണ്ടി ഉള്ള ഒരു സംവിധാനം കൂടി അദ്ദേഹം ചെയ്തിരുന്നു. നമ്മൾ അറിയേണ്ടത് പലപ്പോഴും ഈ ആളുകളൊക്കെ തന്നെയും അല്ലമീനിൽ അവർക്ക് തന്നെ വേതനം പറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സേവനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ ഇറങ്ങിയ ഇർഫാൻ ഹബീബ് എഴുതിയ മൗലാന ആസാദിന്റെ ജീവചരിത്രം, അത് ഞാൻ അടുത്ത 3-4 മാസങ്ങൾക്ക് മുമ്പാണ് പുസ്തകം വായിച്ചത്. അസാധാരണമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ സമാനനായി അതേ ഉയരത്തിൽ ഇങ്ങനെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നിൽക്കുകയായിരുന്നു. ധനീഷ് എന്ന് വിളിക്കട്ടെ? ഞാൻ എന്താ വിളിക്കുന്നത്? ധനീഷ് ഈ കവികളാൽ വർണ്ണിക്കപ്പെട്ട ആളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതും ധനീഷ് കുറച്ചു മുമ്പ് എനിക്ക് അയച്ചു തന്നതുമാണ്. അതിലെ ഈ അക്കിത്തത്തിൻ്റെ 4 വരികൾ ഞാൻ നമ്മുടെ ദില്ലിദാലിയുടെ ശ്രോതാക്കളുടെ ഒരു പരിചയത്തിന് വേണ്ടി നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വരികൾ ഞാനൊന്ന് ചൊല്ലുകയാണ്. മരിച്ചിട്ടില്ല, മരിക്കയുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തിലാ ധീരപ്രജ്ഞൻ. ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന്, ചൊല്ലുവിനാരെങ്കിലും എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ധീരൻ അല്ല വീരൻ എന്ന് പറയുമ്പോൾ ആ അധ്യാപകൻ പറഞ്ഞ മറുപടിയിൽ എല്ലാം ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ അധ്യാപകൻ പറഞ്ഞ മറുപടി, വീരത ഭഗത് സിംഗായി ഉടഞ്ഞു തകരുന്നു, ധീരതയിൽ നിന്ന് അബ്ദുറഹ്മാൻ ജനിക്കുന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമാണ്. വീരത ഭഗത് സിംഗായി ഉടഞ്ഞു തകരുന്നു, ധീരതയിൽ നിന്ന് അബ്ദുറഹ്മാൻ ജനിക്കുന്നു എന്നുള്ള ആ വരികളിൽ കൂടെ നമുക്ക് ചർച്ചയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഈ പത്രം നിരന്തരമായ കണ്ടുകെട്ടലുകൾക്ക് വിധേയമാവുകയും പല സമയത്തും നിന്നു പോവുകയും, എനിക്ക് തോന്നുന്നത് ആദ്യം ഇത് ഒരു ആഴ്ചയിൽ 3 ദിവസം ആയിട്ട് തുടങ്ങുകയും പിന്നെ അത് ദിനപത്രമാവുകയും, പക്ഷേ ഇടയ്ക്കിടയ്ക്കെല്ലാം സർക്കാരിൻ്റെ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ കാരണം ഈ പത്രം നിന്നു പോവുകയാണ് ചെയ്തത്. ആ കാര്യങ്ങളൊന്ന് പറയാമോ? അദ്ദേഹം ജയിലിൽ പോകുന്ന സമയത്തെ പത്രം എങ്ങനെ സംഭവിച്ചു, ആ ജയിലിലായിരുന്ന സമയത്ത് പത്രം എങ്ങനെ നടത്തി, ഇത്തരം കാര്യങ്ങളൊന്ന് പറയൂ. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ക്യാരക്ടർ തന്നെയാണ് പത്രത്തിന് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ഫിയർലെസ്നെസ് ആണ് അതിന്റെ ഒരു പ്രധാന ഘടകം.
മാതൃഭൂമിയെ പോലും നമ്മൾ അതേ സമയത്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാതൃഭൂമി അത്രമാത്രം ഒരു ഔട്ട്സ്പോക്കൺ അല്ല ആ കാലഘട്ടത്തിൽ. ഒരല്പം കൂടി സൂക്ഷ്മതയിലാണ് പ്രവർത്തനങ്ങൾ. എന്നാൽ അൽ അമീൻ അത്തരം ബാധ്യതകളൊന്നും തന്നെ ഇല്ല. അൽ അമീൻ പ്രവർത്തിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നേരത്തെ പറഞ്ഞ അതിന്റെ മുഖവാചകം അല്ലെങ്കിൽ മുദ്രാവചനം അതിനോട് എല്ലാ നിലയിലും നീതി പുലർത്തിക്കൊണ്ടാണ്. അപ്പോ പല പ്രശ്നങ്ങളും ഉണ്ട്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ, അതിനെ വിമർശിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അതെ. പലപ്പോഴും അദ്ദേഹം അറസ്റ്റിലായി പോകുന്നതും അങ്ങനെയാണ്. ഇപ്പൊ ആദ്യത്തെ അറസ്റ്റ് തന്നെ ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹം കലക്ടർ തോമസിന് കത്തുകൾ എഴുതുകയാണ്. ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബുദ്ധിമുട്ടിലാണ്, കലാപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കാണിച്ചുകൊണ്ട്. എന്നാൽ കലക്ടർ തോമസ് അത് സ്വീകരിക്കാതിരുന്നപ്പോഴാണ് സാഹിബ് അത് ബോംബെ ക്രോണിക്കിളിനും ഹിന്ദുവിനും അയച്ചു കൊടുത്തത്. അത് പ്രസിദ്ധീകരിച്ച് ഉത്തരേന്ത്യയിൽ വിവരം അറിയുമ്പോഴാണ് ഇവിടെ നിന്നും ആളുകൾ അനാഥശാലകൾ സ്ഥാപിക്കാൻ പോലും അവിടെ കോഴിക്കോട്ടേക്കൊക്കെ പണം അയച്ചു കൊടുക്കുന്നത്. അൽ അമീനെ സംബന്ധിച്ച് ഇത്തരം ഒരു അവരുടെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ബാൻ വരും അല്ലെങ്കിൽ നിരോധനം വരും, കണ്ടുകെട്ടൽ വരും എന്നത് പ്രശ്നമല്ല. പെനാൽറ്റി പലപ്പോഴും ചുമത്തുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ പലപ്പോഴും വലിയ തുകകൾ പിഴയായി കൊടുക്കുന്നുണ്ട്. അത് മറ്റു പല പത്രക്കാർ കൊടുത്താൽ പോലും അൽ അമീൻ കൊടുക്കാൻ തയ്യാറാവാതെ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാവും, അല്ലെങ്കിൽ അടച്ചുപൂട്ടാൻ സന്നദ്ധരാവും. നമ്മളതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ജയിലിൽ നിന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറയായിരുന്നു ഈ പണം അടയ്ക്കണ്ടെന്ന്, അല്ലേ? അടക്കേണ്ടെന്ന് പറയും. 24 തുടങ്ങി 39 അത് സമ്പൂർണ്ണമായി അവസാനിക്കുന്നത്. അതിനിടയിൽ അത് തുടർച്ചയായി വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നിന്നുപോകും, ചിലപ്പോൾ ഇറങ്ങും, ചിലപ്പോൾ വീണ്ടും ബാൻ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട അൽ അമീന്റെ എഴുത്തുകളിൽ നമ്മൾ കാണേണ്ടത് ആൻഡമാൻ സ്കീമിനെതിരെ എഴുതിക്കൊണ്ട് ആദ്യകാലത്ത് തന്നെ പുറത്തു വന്നതാണ്. 1921 കലാപകാരികൾ എന്ന് ഗവൺമെന്റ് വിശേഷിപ്പിച്ചവരെ ആൻഡമാനിലേക്ക് നാട് കടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ അതിലെ ചതി എന്താണെന്നും അതിലെ കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൽ വരുന്നത്. അതൊക്കെ ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് 144 പ്രഖ്യാപിച്ച ഒരു സമയത്ത് ഗവൺമെന്റിനെ ഒരല്പം പരിഹസിച്ചുകൊണ്ട് തന്നെ അൽ അമീൻ ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. പന്തീരി 12 എന്നാണ് തലക്കെട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ 12x12 ആണ് 144. ആ പന്തീരി 12 എന്ന് പറഞ്ഞത് ഗവൺമെന്റിന് വളരെയധികം പ്രശ്നമായി തീരുകയും ആ കാരണം കൊണ്ട് 930 ഓഗസ്റ്റ് 4 ആദ്യമായി ഒരു ബാൻ വരികയാണ്, പത്രത്തിന് നിരോധനം വരികയാണ്. 930 ഓഗസ്റ്റ് 4. അങ്ങനെ പല ഘട്ടത്തിലുള്ള നിരോധനങ്ങളുണ്ട്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ബാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 920 നവംബർ ആയപ്പോൾ അത് പബ്ലിക്കേഷൻ പുനരാരംഭിക്കുന്നുണ്ട്. കാരണം പ്രസ് ഓർഡിനൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് പിന്നീട് വരുന്നത്. അന്നത്തെ ഗവൺമെന്റിന്റെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഓർഡിനൻസിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നീട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ നിരോധനം പിൻവലിച്ച് പുനരാരംഭിച്ച ആദ്യത്തെ പ്രതിയിൽ പ്രസ് ഓർഡിനൻസിനെ വിമർശിക്കുന്നു. രണ്ടാമത്തെ ദിവസം 1920 അല്ലല്ലോ, 1930 ആയിരിക്കും. അതെ, 30 അതെ 30. പിന്നീട് രണ്ടാമത്തെ ദിവസം തന്നെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അൽ അമീൻ പുറത്തിറങ്ങുന്നത്. അപ്പൊ അൽ അമീനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഓരോരോ സമയത്ത് വൈസ്രോയിമാരെ പോലും ക്രിട്ടിസൈസ് ചെയ്യാൻ, എതിർക്കാൻ അൽ അമീനും മടിയുണ്ടായിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ വൈസ്രോയെ എതിർക്കുക എന്ന് പറയുന്നത് ഏതർത്ഥത്തിലുള്ള ഒരു കുറ്റമാണെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പം ഗാന്ധി ഇർവിൻ പാക്ടിന്റെ സമയത്ത് ഇർവിൻ പ്രഭുവുമായി ഗാന്ധി ഒരു പാക്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് അതുവരെ ഉണ്ടായിരുന്ന സമരങ്ങൾക്ക് ഒരു ഹോൾട്ട് വരുന്നത്. അതിനെക്കുറിച്ച് അൽ അമീൻ എഴുതുന്നുണ്ട്. ഇർവിൻ പോയി പിന്നീട് അടുത്ത ആൾ വരുമ്പോൾ, വെല്ലിംഗ്ടൺ വരുമ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ് ഓഫ് റോസസ് ആയിരിക്കും എന്ന് കരുതണ്ട, ഇവിടെ സമരാവേശം അത്രയും ഔന്നിത്യത്തിലാണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ കൂടി ബാക്കി പറയുന്നുണ്ട്. പിന്നെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രധാനപ്പെട്ട 2-3 കർമ്മ പരിപാടികളായിട്ട് പറയാവുന്നത്, അതേ മമ്പറം ഒരു റെസ്റ്റോറേഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഇവിടുത്തെ മമ്പറം തങ്ങന്മാരെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ തന്നെ അദ്ദേഹം പത്രത്തിലൂടെ നടത്തിയിരുന്നു. അതുപോലെ മാപ്പിള ഔട്ട്റേജസ് ആക്ട്, മാപ്പിളമാരുടെ ആത്മാഭിമാനത്തിന് തന്നെ നേരെ ചോദ്യം ഉയർത്തിക്കൊണ്ട് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളുടെ ഒരു ഡീപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് നിലവിൽ വരുന്നത്. അതിനെതിരെ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറായിരിക്കെ 1937 അദ്ദേഹം കൊണ്ടുവന്ന പ്രൈവറ്റ് ബില്ലിനെ
ആസ്പദിച്ചുകൊണ്ടാണ് രാജാജി ഗവൺമെന്റ് ആ ഒരു നിയമം ഇവിടെ മലബാറിൽ പിൻവലിച്ചതും. അപ്പം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിന്റെ ക്യാമ്പയിൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം. ഇത് നമുക്ക് എഡിറ്റർ എന്ന ഈ അർത്ഥത്തിൽ അദ്ദേഹം പോയിരുന്നത് അങ്ങനെയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളത് തീർച്ചയായും കൊണ്ട് ഈ വലിയ ചരിത്ര കാലഘട്ടത്തിനെ നമുക്ക് ചുരുക്കേണ്ടി വരും. തീർച്ചയായും പെട്ടെന്ന് പരാമർശിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കറിയാം മുഹമ്മദ് ഹാനിഷ് ഇന്റർനാഷണൽ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന തീർച്ചയായും പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്കറിയാം. ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുക്കുമ്പോൾ നിരന്തരമായി കോൺഗ്രസിലെ വലതുപക്ഷത്തിനോടോ യാഥാസ്ഥിതിക പക്ഷത്തിനോടുമൊക്കെ നിരന്തരം പോരടിച്ച് നിന്ന മഹാനായ കോൺഗ്രസ് നേതാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഉദാഹരണത്തിന് തന്നെ പല പ്രാവശ്യമായി പത്രം കണ്ടുകെട്ടിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ഈ കോൺഗ്രസും യുദ്ധവും എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ എഡിറ്റോറിയലിനെ കുറിച്ചാണ്. എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യണം. അതായത് അദ്ദേഹം ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനത്തിനെ എതിർക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് ചെയ്തത്. ഇങ്ങനെയുള്ള ആ കോൺഗ്രസിനകത്ത് അദ്ദേഹം നടത്തിയ സമരവും പിൽക്കാലത്ത് കേരളത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ ധീര ലെഗസി, ആ ലെഗസി വേണ്ട വിധത്തിൽ ആ പതാക ഉയർത്തിപ്പിടിക്കുവാൻ കേരളത്തിലെ എല്ലാ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറയുന്നില്ല, വേണ്ട വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നതിൽ കേരള സമൂഹം വിജയിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സങ്കടകരമായ സത്യം വേണ്ട വിധത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഗോപാൽജി പറഞ്ഞ ഈ ഒരു കോൺഗ്രസും യുദ്ധവും എന്ന ഈ മുഖലേഖനത്തോടു കൂടിയാണ് അല്ലമീൻ സമ്പൂർണമായി നിരോധിക്കപ്പെടുന്നത്. അതെ, 1939 സെപ്റ്റംബർ 28 പിന്നീട് അല്ലമീൻ പുറത്തു വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ 1939 എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബുമാണ്. 38 KPCCയുടെ പ്രസിഡന്റായി അദ്ദേഹം വരുന്നത്. 39 റീഇലക്ട് ചെയ്യപ്പെടുന്നു, വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ ഏത് തരത്തിലാണ് എന്നുള്ളത്. മലബാറിൽ KPCC ഏറ്റവും ജനകീയമായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് ജീവചരിത്രങ്ങൾ നമുക്ക് കാണാം. 7000 മാത്രം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് 55,000 ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ടേമിൽ കഴിഞ്ഞു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹത്തിന്റെ കൂട്ടുണ്ടായിരുന്നത് അന്നത്തെ ഇടതുപക്ഷ KPCC എന്ന് വിളിക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന നേതാക്കന്മാരുടെ ഒരു സംഘമായിരുന്നു. ആ സംഘത്തോട് ചേർന്നുകൊണ്ടാണ് ഇവർ KPCCയുടെ നേതൃത്വം പിടിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്തെ ഉൾപ്പിരിവുകളെല്ലാം തന്നെ അതിനകത്ത് നമുക്ക് ദർശിക്കാൻ കഴിയും. KPCC പ്രസിഡന്റായ അബ്ദുറഹ്മാൻ സാഹിബ് ഇരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ജനറൽ സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMSഉം AKGയും കൃഷ്ണപിള്ളയും ദാമോദരനും അടക്കമുള്ള ആ നിര ഒന്നാകെ ഈ നാഷണൽ മുസ്ലിംസ് എന്ന് വിളിക്കുന്ന ഇവരും സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സുകാരെന്ന് വിളിക്കുന്ന അവരും ചേർന്നാണ് KPCC പിടിച്ചടക്കിയത്. ഗാന്ധിജിക്ക് മുൻപൊരിക്കൽ അബ്ദുറഹ്മാൻ സാഹിബ് കത്ത് എഴുതുമ്പോൾ, കോൺഗ്രസിലെ പ്രശ്നങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് പാർട്ടി പിടിച്ചടക്കാൻ വേണ്ടിയാണ്. അതാണ് പിന്നീട് അവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു സങ്കടകരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അബ്ദുറഹ്മാൻ സാഹിബിനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ അവസാന കാലം കൂടി പറയണം. അത് അദ്ദേഹം വിഭജനവുമായി പരസ്യമായി തന്നെ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു കാലഘട്ടമാണ്. അദ്ദേഹം 40-ൽ അറസ്റ്റിലാവുന്നു. 5 വർഷത്തോളം അദ്ദേഹം ശരിക്കും അക്കാര്യത്തിൽ മൗലാന ആസാദിന്റെ കൂടെ ഉറച്ചു നിന്നു. തീർച്ചയായും എന്റെ നോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന 1930 കാലത്താണ്, 30 അവസാനത്തോടു കൂടിയാണ് മുഹമ്മദ് അലി ജൗഹർ അന്തരിക്കുന്നത്. റൗണ്ട് ടേബിളിന് പോയി അവിടുന്ന് ജനുവരിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടമായപ്പോഴേക്കും മൗലാന മുഹമ്മദ് അലി കോൺഗ്രസിൽ നിന്ന് അകന്നിരുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ സാഹിബ് തന്റെ ഗുരുവായിരുന്നിട്ട് പോലും കോൺഗ്രസ് വിട്ടുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിനോട് യോജിച്ചില്ല. ഒരു വേള എനിക്ക് തോന്നുന്നു മദ്രാസ് ഇവിടെ ഒരു ഇലക്ഷൻ ഞാനൊരു കാര്യം പറയാം. ഈ മുഹമ്മദ് അലിയുടെയും ഇക്ബാലിന്റെയും
വളരെ നേരത്തെയുള്ള മരണം ഇന്ത്യ വിഭജനത്തിന് ആക്കം കൂട്ടി എന്നുള്ളൊരു അഭിപ്രായം ആസാദിനുണ്ടായിരുന്നു. തീർച്ചയായും. കാരണം അവർ രണ്ടുപേരും വളരെ വിഷണറി ആയ ലീഡേഴ്സ് ആയിരുന്നു. അതെ അതെ പിന്നീട് ജിന്ന സാഹിബ് കടന്നു വരുന്ന ഒരു പ്ലേസിലേക്ക് ശരിക്കും വരേണ്ടിയിരുന്നതും ഒരുപക്ഷെ വന്നാൽ ചരിത്രം മറ്റൊരു തരത്തിലാകുമായിരുന്നതും എന്ന തരത്തിലുള്ള നിരീക്ഷണമാണത്. അതെ ജിന്നയെ തന്നെയും മുഹമ്മദ് അലി ജിന്നയെ തന്നെയും അബ്ദുറഹ്മാൻ സാഹിബ് കാണാൻ പോയി, ആൻഡമാൻ സ്കീം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയി. ജിന്ന പക്ഷെ കാണാൻ സമയം കൊടുക്കാത്ത ഒരു ചരിത്ര സന്ദർഭം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് അദ്ദേഹം ഏറ്റുമുട്ടുന്നത് സത്യം പറഞ്ഞാൽ ഈ വിഭജനവാദവുമായി നിൽക്കുന്ന മുസ്ലിം ലീഗുമായിട്ടാണ്. അദ്ദേഹം സ്മരിക്കപ്പെടാതെ പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഗോപാൽജി പറഞ്ഞത് എനിക്ക് തോന്നാറുള്ളത്, അതെ അദ്ദേഹം 40 മുതൽ 45 വരെ ജയിലിലായിരുന്നു. ആ അതെ കാലഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്നും ഇവരെല്ലാവരും ഒരു 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 പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ കക്ഷികളായി വേർതിരിയുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അതെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പലരും കമ്മ്യൂണിസ്റ്റുകളായി പോയി. 39-40 ആയപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതെ കുറെ പേർ മുസ്ലിം ലീഗിലേക്ക് പോയി. 37-ലാണ് തലശ്ശേരിയിൽ ആദ്യമായി മലബാറിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി വരുന്നത്. കോൺഗ്രസിലാണെങ്കിൽ പിന്നെ ഉള്ളത് നേരത്തെ അദ്ദേഹവുമായി തന്നെ ഉരസലുകൾ ഉള്ള ഉരസിലുണ്ടായിരുന്ന ആളുകൾ ഗ്രൂപ്പായിരുന്നു. ആളുകളുമാണ്. അതെ അതെ അതെ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം അതുകൂടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. KPCC ഓഫീസിൽ നടക്കുന്നൊരു തർക്ക സ്വഭാവത്തിലുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. 1930-കളുടെ അവസാനത്തിലാണ്. നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് ഇന്ത്യയിൽ ഒരു ഗാന്ധിജിയുണ്ട്. അദ്ദേഹത്തിൽ പോലും എന്തെങ്കിലും ദിവ്യത്വം കാണുന്ന ആളല്ല ഞാൻ. പക്ഷെ ഗാന്ധിയോടുള്ള ആദരവിന് കുറവൊന്നുമില്ല. എന്റെ ധാരണയിൽ ഗാന്ധിമാർക്ക് മീതെയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പിൽക്കാലത്തേക്ക് കൂടി അതെ കോൺഗ്രസ് ഐഡിയോളജിക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു വാചകമാണ്. അതെ പിന്നീട് അവസാന കാലത്ത് വളരെ ശക്തമായ ഏറ്റുമുട്ടൽ വരുന്നു. അദ്ദേഹത്തെ സഹായിച്ചിരുന്ന പല മുസ്ലിം പ്രമാണിമാരും മുസ്ലിം ലീഗിന്റെ ഭാഗത്തേക്ക് ചായുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും പോലും ചായുന്നു. അദ്ദേഹത്തിന് കടുത്ത സമ്മർദ്ദം ഉണ്ടാവുന്നു ലീഗിന്റെ ക്യാമ്പയിനോടൊപ്പം ചേരാൻ. എന്നാൽ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും തന്നെ കൂസാക്കാതെ, നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയാണ് ക്യാമ്പയിൻ. എന്നാൽ തികഞ്ഞ മുസ്ലിം ആയിക്കൊണ്ട് ഇവിടുത്തെ പൊതുജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും പരിചയമുള്ള ആളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതെ അദ്ദേഹം വസ്ത്രം താഴേക്ക് വലിപ്പമില്ലെന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ വസ്ത്രത്തിന് വേണ്ടി 26 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. അതുപോലെ ആൻഡമാൻ സ്കീം പോലെ മപ്ല ഔട്ട്റേജസ് ആക്ട് പോലുള്ള കാര്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തിയാണ്. പക്ഷേ ജീവിതാവസാനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, ജീവിതത്തിലുടനീളം മുസ്ലിം വിഷയങ്ങൾ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടി ഒരു വേള അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിങ്ങളെ ദേശീയധാരയിലേക്ക് അടുപ്പിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹം അവസാന ഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ അഭിമാന പ്രശ്നമായി ഉയർത്തിക്കാട്ടിയ മുസ്ലിം രാഷ്ട്രത്തിന് എതിരെ നിന്നത് സാമാന്യ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ അൽ അമീന്റെ ആർക്കൈവ് ചെയ്യപ്പെട്ട കോപ്പികൾ ഉണ്ടോ? അത് ഈ ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കോപ്പികൾ പ്രസിദ്ധീകരിക്കുവാനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടോ? ആ, ആ, അതിൻ്റെ കോപ്പികൾ കാണാൻ എന്തായിരിക്കും വഴി? അതുമാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ചില കോപ്പികൾ നമ്മുടെ തീൻമൂർത്തിയിലും അതുപോലെ ഡൽഹി ആർക്കൈവ്സിലും കാണാൻ വേണ്ടി ഒരു റിസർച്ച് പർപ്പസിനൊന്നും അവൈലബിൾ അല്ലെങ്കിലും കാണാൻ വേണ്ടിയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ് പഴയ പേപ്പേഴ്സ് കിട്ടാനുണ്ടോ എന്ന്. പക്ഷെ തമിഴ്നാട് ആർക്കൈവ്സിൽ ഇല്ലെന്നാണ് പരിശോധിച്ചവർ പറഞ്ഞത്. കോഴിക്കോടും തന്നെ ഇല്ല. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരർത്ഥത്തിൽ ഇവിടെ സജീവമായി നിന്നിരുന്ന ഒരു പത്രം നമുക്കിപ്പോൾ ഒന്ന് കാണാൻ പോലും കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു 100-ാം വാർഷികം എന്ന തരത്തിൽ നമുക്ക് പഴയ അതെ കോപ്പീസ് ഒക്കെ ഒന്ന് സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്ക് നടത്താം. ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും സമയം ക്വാളിറ്റി ടൈം ഈ മഹത്തായ ദിനപത്രത്തിനെ കുറിച്ചും അതിനേക്കാൾ മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചും സംസാരിച്ചതിന് ഞാൻ ദിലീപ് അലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി താങ്കൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഡൽഹിയിൽ വീട്ടിൽ വരണം, നമ്മൾക്ക് വീണ്ടും കാണണം. തീർച്ചയായും തീർച്ചയായും ഗോപാൽജി, വളരെ സന്തോഷം ഇത്തരം ഒരു സബ്ജക്റ്റിന് സമയം കണ്ടെത്തിയതിലും. താങ്കളുടെ സൗമനസ്യത്തിന് വളരെ വളരെ നന്ദി.